എന്നിട്ട് പോയാ ദിനേശ് അവിടെ? ഇല്ല, അവിടെ പിന്നെ പോകാൻ പറ്റിയില്ല. പക്ഷെ ഒരിക്കൽ പോണം. മുത്തോണ്ണൻ വിളിക്കുന്നു. ആ ഞാൻ കേട്ട്. അണ്ണനെ വിളിച്ചത്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കാം. നീ അയ്യോ കാര്യമില്ലാതെ വിളിക്കൂല അണ്ണാ, എണീക്ക് ചെല്ല് വാ. ഒരു കാര്യമില്ലാതെ വാ എണീക്ക്. ആഹാരം കഴിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയണ്ട, കഴിച്ചെന്ന് വരുത്തിയിരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ച് ഒരു ഇടിയപ്പം കൂടെ വയ്ക്കട്ടാന്ന്. ഓന്ന് ആംഗ്യം കാണിച്ച് ഞാൻ കൊടുക്കുകയും ചെയ്തു. അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് തൊണ്ടയ്ക്കകത്ത് വയ്ക്കുന്നുണ്ട്. അപ്പൊ തന്നെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അല്ല, ഞാൻ വിചാരിച്ച ആദ്യം ഈ തൊണ്ടയിൽ കുടുങ്ങിയതായിരിക്കും ആഹാരം. അതല്ല. അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. വണ്ടി എടുക്ക്. വണ്ടി എടുത്ത് താക്കോൽ ചേട്ടാ. ഹോസ്പിറ്റലൊന്നും പോണ്ട. ഇതെന്ത് ഇത്രയും സമയം അമ്മയ്ക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല? പെട്ടെന്ന് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്ന് പെട്ടെന്ന് എഴുന്നേരങ്ങ് പോയപ്പം കൊച്ചമ്മയ്ക്ക് മനസ്സ് ഭയങ്കര വിഷമായി. ഇല്ല കൊച്ചമ്മ, ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഒരു നിസ്സാരം സോപ്പിന്റെയും ഷാമ്പുവിന്റെയും പേരിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞത് വളരെ മോശമായിട്ട്. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. ലോകത്തുള്ള ഒരു മരുമക്കളും ഇങ്ങനെ അമ്മയെ വിഷമിപ്പിക്കരുത്. അതാണ് നിങ്ങൾ ചെയ്തത്. അത് പിന്നെ അമ്മ സോറി അമ്മ പെട്ടെന്ന് സോപ്പിന്റെ കാര്യം. എന്റെ പൊന്നു സുരഭിനി, ആ സോപ്പിന്റെ കാര്യം പറയാതെ എങ്ങനെയും തീർക്കാൻ നോക്കും. ഷാമ്പു വാങ്ങിച്ചാണ് തെറ്റെന്നുണ്ടെങ്കിൽ ഇനി അമ്മ വാങ്ങിച്ചിരുന്ന ഷാമ്പുവേ ഞാൻ ഉപയോഗിക്കത്തുള്ളൂ. ഇനി ഷാമ്പു ഉപയോഗിക്കണേ ഞാൻ ഷാമ്പു ഇനി ജീവിതത്തിൽ ഞാൻ ഉപയോഗിക്കത്തില്ല, സത്യമായിട്ട്. ഒന്നുമില്ല എന്റെ പൊന്നു കുഞ്ഞെ. മുത്തു, ഒരാശുപത്രിയിലും പോണ്ട, ഒരു ഡോക്ടറെ ഇങ്ങോട്ടും വിളിക്കണ്ട. എന്തെന്നറിയാമോ, ഒരു ഡോക്ടർമാർക്കും മാറ്റാൻ സാധിക്കാത്ത ചില സംഗതികളുണ്ട്. ഒരു മനസ്സിനൊരു വിഷമം വന്നാലേ സ്നേഹമുള്ള ഒരു രണ്ട് നല്ല വർത്താനം പറയുമ്പോ അതാടാ ഏറ്റവും വലിയ മരുന്ന്. സത്യം അല്ലേ മോളെ? ആ, അതുകൊണ്ട് എനിക്കൊരു കുഴപ്പവും ഇല്ല, എനിക്കൊരു അസുഖവും ഇല്ല. അടുത്ത മാസം മുതൽ ഈ വീട്ടിലെടുക്കുന്ന സകല പലവ്യഞ്ജനമായാലും ശരി, എന്തായാലും ശരി കേട്ടോ, ഞാനായിരിക്കും ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. അല്ല, എന്ന് വിചാരിച്ചാൽ അതിനകത്ത് ലക്ഷ്മിയുടെ ഷാമ്പു ഇല്ലെന്നോ അല്ലെങ്കിൽ സുരഭിയുടെ സോപ്പ് കാണുമില്ലെന്നോ അങ്ങനൊന്നും തെറ്റിദ്ധരിക്കണ്ട. എല്ലാം കാണും. പക്ഷേ നമ്മൾ ഈ വിലക്കയറ്റത്തിനനുസരിച്ചൊരു കുടുംബ ബജറ്റ് ഉണ്ടാക്കി നേരെ രൂപയെ നല്ല അധ്വാനിച്ച് കിട്ടുന്ന കാശ് സൂക്ഷിച്ച് ചെലവാക്കാനും കൂടെ നമ്മളൊരു പ്ലാനും പദ്ധതി ഉണ്ടാക്കണം. അതുകൊണ്ട് ഞാൻ ലിസ്റ്റ് ചെയ്തും സാധനങ്ങൾ കൊണ്ടുവരും, അതിന്റെ കാശും കൊടുക്കും. എന്നെ കൂടെ കേൾക്കാനാ പറയുന്നത്. കേട്ടു കൊച്ചമ്മ? കേട്ടല്ല, അങ്ങനെ ആയിരിക്കും. അതെല്ലാം നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം അമ്മ. ഇനി ഞങ്ങൾ ഡോക്ടറെ വിളിച്ചോട്ടെ, ഞങ്ങളൊരു സമാധാനത്തിന് വേണ്ടി. എടാ, എനിക്ക് അസുഖമൊന്നുമില്ല, ഒന്നുമില്ല. ചെറിയൊരു മനപ്രയാസം തോന്നി. ഇവർ രണ്ടുപേരും കൂടെ മുഖം വീർപ്പിച്ച് പോന്ന കണ്ടപ്പോ ഈശ്വര, ചെലവ് ചുരുക്കുന്ന കാര്യത്തിനാണോ ഈ പിണങ്ങുന്നതെന്ന് എനിക്ക് തോന്നി. പക്ഷെ അതൊക്കെ പോട്ടെ, അതൊക്കെ. പക്ഷെ അല്ലാതെ എനിക്ക് അസുഖം ഒന്നുമില്ല, ഒരു വയ്യായ്മയില്ല. ചെല്ലുമോളെ, നിങ്ങളൊക്കെ ചെല്ലില്ല. സോറി ഏട്ടാ. അയ്യോ, അത്രയൊക്കെ ഉള്ളടാ. സോപ്പിന്റെയും ഷാമ്പുവിന്റെ പേരിനി പറയല്ലേ കൊച്ചമ്മ. ഈ അഭിനയത് എവിടെന്ന് പഠിച്ചത്? അഭിനയൊക്കെ രക്തത്തിലില്ലടാ, പഠിപ്പിക്കണോ? സൂപ്പറായിരുന്നു കേട്ടാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.